നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ റണ്ണേഴ്സപ്പാണ് ഇന്റർ മിലാൻ. പക്ഷേ ഫ്ലൂമിനൻസ് എന്ന ബ്രസീലിയൻ ക്ലബ്ബ് അവരുടെ നെഞ്ചകം കയറി വിട്ടു. ഏകപക്ഷീയമായ 2 ഗോളിന് തോൽപ്പിച്ചു. കളിയിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചു തിയാഗോ സിൽവ. അദ്ദേഹത്തിൻ്റെ കളിയിലെ പെർഫോമൻസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ കളിക്കൊപ്പം കോച്ചിനോട് അങ്ങോട്ട് പോയി അദ്ദേഹം ടാക്ടിക്സ് പറയുന്നു. കോച്ച് ഒന്ന് വിസമ്മതിച്ചെങ്കിലും പിന്നെ ചർച്ച ചെയ്തപ്പോൾ കാര്യം മനസ്സിലായിട്ട് തിയാഗോ സിൽവ പറഞ്ഞ അതേ ടാക്ടിക്സിലേക്ക് കോച്ച് മാറുന്നു. അതാണ് തിയാഗോ സിൽവയെ പോലെയുള്ള പോരാട്ടങ്ങൾ ഏറെ കണ്ട കളിക്കാർ ടീമിലുണ്ടാകുമ്പോഴുള്ള ഗുണം. 40 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. സംഭവിച്ച കാര്യങ്ങൾ വിശദമായിട്ട് ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങളില്ല. എന്താ ഇപ്പോൾ അവരോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷേ മാധ്യമങ്ങൾ, ഗ്ലോബോയെ പോലുള്ള മാധ്യമങ്ങൾ വിശദമായിട്ട് എന്താണ് അവിടെ ചർച്ചയിൽ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. നോക്കുക, തിയാഗോ സിൽവ ഒരു ഹൈഡ്രേഷൻ ബ്രേക്കിൻ്റെ സമയത്ത്, ഡ്രിങ്ക്സ് ബ്രേക്കിൻ്റെ സമയത്ത് പോയിട്ട് കോച്ചിനോട് പറയുകയാണ്, അരിയാസ് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ തിയാഗോ സിൽവ സജസ്റ്റ് ചെയ്യുന്നു റെനാറ്റോയോട് ഫോർമേഷൻ ചേഞ്ച് വരുത്തണം, 5-4-1 ഫോർമേഷനിലേക്ക് മാറണം. എവറാൾഡോ കൊളംബിയൻ താരം അരിയാസിൻ്റെ ഡ്യൂട്ടീസ് കൂടി ഏറ്റെടുത്തോളും. അരിയാസിന് അപ്പം മുന്നേറ്റത്തിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാം, സെൻറ്റർ ഫോർവേഡ് രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മാർക്കിംഗ് അങ്ങനെയൊക്കെയുള്ളൊരു ഡ്യൂട്ടീസ് ചെയ്യാൻ നമുക്ക് എവറാൾഡോയെ ഏൽപ്പിക്കാം, അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഏരിയൽ ഡ്യുവൽസിലൊക്കെ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു എരിയാസ് എന്നുള്ളതാണ്. റെനാറ്റോ ഈ ഒരു വിഷയത്തിൽ എവറാൾഡോയോട് കൂടി ചോദിക്കുകയാണ്, സംഗതി ശരിയാവുമോ, ഇങ്ങനെ പൊസിഷൻ മാറാൻ പറ്റുമോ. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറാകുന്നു. അപ്പോൾ RB ആര് കളിക്കും എന്നുള്ള ചോദ്യം വരുന്നു, അതിനും സജഷൻ വരുന്നു. അങ്ങനെ ടാക്ടിക്സിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് പിന്നീട് അവർ കളിക്കുന്നത്. അവർ തമ്മിലുണ്ടായിട്ടുള്ള സംഭാഷണം കൃത്യമായിട്ട് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. തിയാഗോ സിൽവ അങ്ങോട്ട് പറയുകയാണ്, നമുക്ക് 5-4-1 ഫോർമേഷനിലേക്ക് പോകാം, ലീവ് ഹിം എന്ന് പറഞ്ഞാൽ അരിയാസിനെ അപ്പ് ഫ്രണ്ടിൽ മുന്നിൽ നിർത്തുക, എന്നിട്ട് എവറാൾഡോക്ക് ആ ഒരു അരിയാസ് ചെയ്തുകൊണ്ടിരുന്ന ജോബ്, ആ ഒരു മാർക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ അരിയാസ് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല എന്ന് അങ്ങോട്ട് പോയി തിയാഗോ സിൽവ പറയുന്നു. കോച്ച് റെനാറ്റോ ഗൗച്ചോ തിരിച്ചു ചോദിക്കുന്നു, അപ്പം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ എവറാൾഡോ പറയുന്നു, ഞാൻ ചെയ്യാം, ഞാൻ തിയാഗോ സിൽവ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാം, ബോള് ആ ഭാഗത്തേക്ക് വരുമ്പോൾ മാർക്കിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ തയ്യാറാണ് എന്ന് എവറാൾഡോ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു. അപ്പോൾ റെനാറ്റോ കോച്ച് വീണ്ടും ചോദിക്കുകയാണ്, അപ്പം ആരായിരിക്കും റൈറ്റ് ബാക്ക് പൊസിഷൻ എടുക്കുക. അപ്പോൾ ലിവ പറയുന്നു, ഞാനുണ്ട്, ഞാൻ അവിടെ നോക്കാം എന്ന് അങ്ങോട്ടേക്ക് പറയുന്നു. അപ്പോൾ ഇതാണ് തിയാഗോ സിൽവയെ പോലുള്ള താരങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഗുണം. അവരങ്ങോട്ട് പോയി കോച്ചിനോട് കളിക്കനുസരിച്ച് ടാക്ടിക്സ് മാറ്റാൻ പറയും. കോച്ച് തീർച്ചയായിട്ടും അതിലുള്ള ബഹുമാനം തിയാഗോ സിൽവക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സജഷൻസ് അവർ ഡിസ്കസ് ചെയ്യുന്നു, അത് പിന്നീട് അവർ നടപ്പാക്കുകയും ചെയ്യുന്നു. കളിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് തിയാഗോ സിൽവയുടെ ഒരു ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ താരങ്ങൾ വിശദമായിട്ട് പറയുന്നുമുണ്ട്. തിയാഗോ സിൽവക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വിഷനുണ്ട്. അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറാണ്, ഗ്രേറ്റ് ക്യാപ്റ്റനാണ്, വളരെ സുപ്പീരിയറാണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ വിഷൻസൊക്കെ. അദ്ദേഹത്തിന് മത്സരം കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റും, വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി ഫുൾ ബാക്ക് സാമുവൽ സേവിയർ കളിക്ക് ശേഷം പറയുകയുണ്ടായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.